തലയിൽ വെളിച്ചെണ്ണ തേക്കണോന്ന് പറഞ്ഞാൽ കേക്കില്ല. ഇപ്പൊ കണ്ടില്ലേ 2 തവണ കഴിയിട്ട് മുടി എങ്ങനെയാ കിടക്കുന്നതെന്ന്. ഇന്ന് ശിവരാത്രിയാ. എണ്ണ തേച്ച് 2 നേരം കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച പഠിക്കാൻ നല്ല ബുദ്ധിയും ജോലി നല്ല ഭാര്യയും കിട്ടും. അതേടാ, നിന്റെ മനസ്സിൽ എങ്ങനെയാണെങ്കിലും എനിക്ക് വേണ്ടത് വലിയ കണ്ണുകളും ഒരുപാട് മുടിയുള്ളൊരു മരുമകളെയാ. അമ്മേ, ഇന്നത്രയാ 2 തവണയല്ലേ കുളിക്കണ്ടേ? 4 തവണ ആയിക്കോട്ടെ, തേച്ചോ. നീയല്ലേ ആള്. 1 തവണ ഇങ്ങനെ പിടിച്ചിരുത്തി കുളിപ്പിക്കുന്ന പാടെ എനിക്കല്ലേ അറിയൂ. ഒന്ന് അടങ്ങിയിരിക്കേ. നിനക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എനിക്കോ? ഞാനല്ലാതെ ഇവന് വേറെ ആര് കത്തെഴുതാനാ? അതൊരു സ്വപ്ന വിഭജിക, ഹൗസ് നമ്പർ 132, ഉദയം കുളങ്ങര. ഇതാരാടാ? കണ്ണു തുറക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. എന്നാ ഞാൻ വായിക്കട്ടെ? ആ, വായിക്കേ. ശരി, ഞാൻ തന്നെ വായിച്ചേക്കാം. ഇത് എനിക്കുള്ള ലെറ്റർ അമ്മാവാ. അവന്റെ പേരിലൊന്നും നിനക്കുള്ളതാണ്. അയ്യോ അമ്മാവാ, ഞങ്ങൾ 3 പേരും 10th ക്ലാസ്മേറ്റ്സാ. ഇത് തീർച്ചയായും എനിക്കുള്ളത് തന്നെയാ. അത് അവന്റെ പേരിൽ അയച്ചെന്തിനാ? എന്താടാ ഇപ്പൊ നീട്ടിൽ മാറിയോ? എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിനക്ക് ഇത്രയും സന്തോഷത്തോടെ ലവ് ലെറ്റർ എഴുതാൻ കഴിയുമെന്ന് ഇത് എഴുതുന്നവരെ എനിക്കറിയില്ലായിരുന്നു. വായിച്ചു കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. ഒരു ലവ് ലെറ്റർ കൊണ്ട് ലവ് ഉണ്ടാവുമെന്ന് നീ എന്നോട് ചോദിച്ചു. ഈ ഒറ്റ ലെറ്റർ പോരെ നമുക്ക് 2 പേർക്കും ഒന്നാവാൻ. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞാൻ. ഇതെന്താ രക്തക്കറയാണോ? എടാ വിവരദോഷി, നോക്കടാ, അത് ലിപ്സാ. ഞാൻ അവളുടെ അടുത്തേക്ക് പോവാ. എടാ ബാലു നിക്കടാ. എങ്ങനെയാ നീ അവിടേക്ക് പോകുന്നത്? അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നിനക്കറിയോ? അല്ലെങ്കിൽ അവൾ ആകെ പ്രശ്നത്തിലാ. നീ അവിടെ ചെന്നാൽ വീണ്ടും പ്രശ്നമാവേ ഉള്ളൂ. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ പെൺകുട്ടികളുടെ എല്ലാം തന്തമാരെന്താ ഇങ്ങനെ? ഐഡിയ! പ്രിൻസിപ്പലിന് ഫോൺ ചെയ്തതുപോലെ ഇനിയും അതിന് മെനക്കെടാതെ സ്വപ്നയുടെ കൂട്ടുകാരിയായി ഞാൻ അവളുടെ വീട്ടിൽ ചെല്ലുന്നു. ഗ്രീൻ സിഗ്നൽ. ചെല്ലടി, എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുപോവാ. ഒന്നും പറ്റില്ലെങ്കിൽ ഫോണിലെങ്കിലും കോൺടാക്ട് ചെയ്യിക്കണേ. ഓക്കെ അല്ലേ? ചെല്. സുധേ, സൂക്ഷിക്കണേ. നിനക്ക് വേണ്ടി ഇവിടെ ഒരുത്തരുണ്ടെന്ന് ഓർക്കണം. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാ. ടെൻഷൻ മാറാൻ നല്ലതാ. ഒന്ന് വെറുതെ ഇരിക്കടാ. നീ ചെല്. ആ ഏരിയയിൽ നിങ്ങൾ തന്നെയല്ലേ നമ്പർ 1 ഫാമിലി? നിങ്ങളും നമ്പർ 1 അല്ലേ? അതല്ലേ നമ്പർ 1 ബന്ധം തന്നെ വന്നത്. ആ പറഞ്ഞത് ശരി തന്നെ. എന്തിനു പറഞ്ഞാലും സ്വപ്ന. ആ അങ്കിൾ 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 വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. അപ്പൊ ഇത് തന്നെ അങ്കിൾ. എന്താ അങ്കിൾ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ? ഞാൻ എത്ര തവണ ഇവിടെ വന്നിട്ടുള്ളതാ. സ്വപ്നയുടെ സ്കൂൾമേറ്റ് മുകളിലല്ലേ? ഓർമ്മ വരണില്ലല്ലേ ആരുടെ മോളാന്നൊന്ന്? അയ്യോ അങ്കിൾ, സ്വാമിനാഥനെ അറിയില്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ മോളാ. ആന്റി ക്ഷേത്രത്തിൽ വരാറില്ല. അതിനടുത്ത എന്റെ വീട്. ഏത്? ശ്രീറാം കോളനിയാ? അണ്ണാ സ്വാമിനാഥൻ ഏത്? ആ കോളനിയിൽ ഞാൻ അറിയാത്ത സ്വാമിനാഥൻ ആര്? അണ്ണ അതറിയാനാണ് ഇത്ര പാട്. ഈ സെല്ല് പിന്നെ എന്തിനെ? ആ പറ മോളെ, നിന്റെ അച്ഛന്റെ നമ്പർ എത്ര? 9392118992. എന്തിനാണ് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഒന്നല്ലെങ്കിൽ ഞാനിപ്പോ MSF ക്യാസിന് AM GRP FS PhD എക്സാം എഴുതുന്നത് കൊണ്ട് എന്റെ അച്ഛൻ മിനിമം 20 hours എങ്കിലും പഠിക്കണമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്കിൾ. അല്ലെങ്കിൽ സ്വപ്ന ഇപ്പൊ MSF പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ASF-നാണോ? എന്റെ അച്ഛൻ പറയുന്നത് എയിമിൽ മാത്രം ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം അങ്കിൾ. MSF ആണെങ്കിൽ ലോക്കൽ അല്ലേ അങ്കിൾ? അതൊക്കെ പോട്ടെ, സ്വപ്ന യൂണിവേഴ്സിറ്റി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അങ്കിൾ. എന്തിനൊക്കെയാണ് അവള് പറയണത്? അവള് മോളിലുണ്ട്, അങ്ങോട്ട് ചെല്ലി. ശരി അങ്കിൾ. എന്റെ അമ്മോ, ഈ പെങ്കൊച്ചിന്റെ വർത്തമാനം കേട്ടിട്ട് നമ്മൾ പഠിക്കാൻ പോവാതിരുന്ന നന്നായെന്ന് തോന്നുന്നു. കൊച്ചിങ്ങോട്ടൊന്ന് വരി. ഇനി അതിന്റെ വായുത് ബാക്കിയൂടെ കേൾക്കാനായിരിക്കും. അതങ്ങ് കയറി പോട്ടേന്ന്. ആ മൊബൈൽ ഏത്? പുതിയ മോഡലാ? അല്ല, നോക്കിയ പഴയ മോഡലാ തന്നെ. എനിക്ക് പഴയ മോഡലൊക്കെ വലിയ ഇഷ്ടമാണ്. ഇങ്ങോട്ട് തരി. അച്ഛൻ എനിക്ക് എപ്പോഴും ഫോൺ ചെയ്യാറുള്ളതാ. ദിവസവും 20 മണിക്കൂർ പഠിപ്പിക്കണ ആ മഹാനോട് എനിക്കൊന്ന് സംസാരിക്കണ്ടേ? അല്ലെങ്കിൽ തരി കൊച്ചേ. ഇനി അപ്പി ചെല്ലി. നോക്കി നോക്കി പടികൾ കയറിയില്ലെങ്കിൽ ചിലപ്പോ ചരക്ക് വീഴും കേട്ടാ. അപ്പൊ നമ്മൾ എന്തിനു പറഞ്ഞോണ്ടിരുന്നത്? ആ നമ്മൾ നമ്പർ 1 ഫാമിലിയാണ്. നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നാ പിന്നെ ഈ വിൻഡോയിലൂടെ നോക്കിയ ബസ് സ്റ്റോപ്പ് കാണാൻ പറ്റുമോ? ഇല്ലല്ലേ. ആ വിൻഡോയിലൂടെയോ? ഇതിലൂടെ കാണില്ലേ? അപ്പൊ ടെറസ് എന്നാ കാണാതിരിക്കുമല്ലേ? ടെറസ് എന്തിനാ? ബസ് സ്റ്റോപ്പ് എന്തിനാ? ആരാ നീ? അയ്യോ, ലോകത്ത് ഇത്രയും സന്തോഷത്തോടെ ലവ് ലെറ്റർ എഴുതാൻ കഴിയുമെന്ന് ഇത് എഴുതുന്നത് വരെ എനിക്ക് അറിയില്ലായിരുന്നു. വായിച്ചു കഴിയുമ്പോൾ നിനക്കും അത് മനസ്സിലാകും. ഈ ബാലുവിന്റെ ഫ്രണ്ടാ ഞാൻ. ബാലുവിന്റെ ഫ്രണ്ടാ? ബാലു എവിടെയാ?
ശരിക്കും ടെൻഷൻ ഇവനാ അവനാ? ഇവന് തന്നെ. എന്താണ് ഇതുവരെ അവരെ കാണാത്ത? ഞാൻ എങ്ങനെ അറിയും? ഫോണും കൂടി ചെയ്തില്ലല്ലോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് വേണോടാ? പോടാ. ഒന്ന് നിക്കടാ. എന്തിനാ എത്ര ധൃതി? ഇവിടെ നമുക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ അവൾക്ക് അതിലും കൂടുതൽ ഉണ്ടാവില്ലേ? അത് ശരിയാടാ. എങ്ങനെ അവൾക്ക് ടെൻഷനിലായിരിക്കുന്നത്? ഇപ്പൊ എന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. ഉണ്ടവർക്കാണെ പാ കിട്ടാഞ്ഞിട്ട്, ഉണ്ണാത്തവർക്കാണെ ഇല കിട്ടാഞ്ഞിട്ട്. ഇങ്ങനെയാണെ എനിക്ക് ഇലയും പായും കിട്ടുമെന്ന് തോന്നില്ല. എടാടാ നിർത്തണം നിന്റെ ഫിലോസഫി. എടാ കൊക്കിനെ ഒതുങ്ങുന്നത് വേണം കൊത്താനെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് എന്തിനെന്ന് വെച്ചാൽ അത് നിന്നെ പോലെ ആക്രാന്തമുള്ളവർ ഉദ്ദേശിച്ച. എന്തായാലും അങ്ങനെ അങ്ങ് ഉറപ്പിക്കാം. ഏയ് അണ്ണ, ആ കൊച്ചെന്തടെ ഇറങ്ങി വരാത്തത്? അത് പിന്നെ അണ്ണ അവര് എന്ത് മറന്നു പോയാലത് അട്രാക്ഷനും മറന്നു പോയില്ലെങ്കിൽ അത് ലവ്വോ? ലവോ അട്രാക്ഷനോ എനിക്കൊന്നും അറിയില്ല. എങ്ങനെയായാലും ബാലുവിനെ എനിക്ക് വേണമെന്നേ ഉള്ളൂ. അണ്ണ, പെൺകുട്ടികളെ ഇത്ര പെട്ടെന്ന് കെട്ടിച്ചു വിടുന്നത് നല്ലതാണെങ്കിലും ചേച്ചിയോടും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഞാൻ എന്തിനു തീരുമാനിച്ചാലും അത് അവൾക്കും സമ്മതം തന്നെടേ. ഇപ്പൊ പറഞ്ഞ കണക്കിനാണെങ്കിൽ നമുക്കത് എത്രയും പെട്ടെന്ന് നടത്താം. നമ്മുടെ സൈഡിൽ നിന്ന് കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ എനിക്കറിയില്ലേ, നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തിയേക്കാം. അങ്ങനെ തന്നെ. അങ്കിൾ ഫോൺ. എന്തിനിത്? കൈമീശി വന്നാളെ തിരിച്ചു പോണത് ചുവടുകളുമായിട്ടാണ്. അങ്കിൾ സ്വപ്നയുടെ കയ്യിൽ ഒരുപാട് ബുക്സ് ഉണ്ട്. റെഫർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാ. വാ സ്വപ്ന, എന്നെ സെൻഡ് ഓഫ്. സെൻഡ് ഓഫ് ഇവിടെ വെച്ചായ എന്തിനാണ് കുഴപ്പം? മോളകത്തോട്ട് ഇല്ലേ? ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് പോലും വിടാതിരുത്തി പഠിപ്പിക്കല്ലേ. നീ എക്സാം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവണം. എക്സാമാ? അതെന്താ അങ്കിൾ? എക്സാം എഴുതണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ക്ലാസ് വാങ്ങുന്നത്? അതെന്താ എക്സാം എഴുതണ്ടെന്ന് പറഞ്ഞ എന്തിനാ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്താ മിണ്ടാത്തത്? ചുമ്മാ ആര് പറഞ്ഞ് എഴുതണില്ലാന്ന്? എഴുതണുണ്ട്. എന്തിനാ എഴുതിക്കുന്നില്ലേ? എന്തിനാണ് എഴുതാതിരിക്കണത്? എഴുതണുണ്ട്. പിന്നെ എഴുതിക്കാതെ. ഓക്കേ അങ്കിൾ, ഓൾ ദി ബെസ്റ്റ് സ്വപ്ന. നിക്കും കൊച്ചേ, പോകാൻ വരട്ടെ. ഡേ, നീ കൊച്ചിനോട് ചെന്ന് അതിനെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വാടേ. അയ്യോ സാരമില്ല അങ്കിൾ, ഞാൻ തനിയെ പൊയ്ക്കോളാം. ഡേ ചെല്ലടാ. അങ്കിൾ വേണ്ട അങ്കിൾ, ഞാൻ തനിയെ പൊയ്ക്കോളാം. സാരല്ലപ്പി, നീ ചെല്ലേ. വരുന്നുണ്ടടാ. എടാ കൂടെ ഒരുത്തനുണ്ടടാ. ദേ വണ്ടി കയറ്റുന്നടാ. നമ്മള് കുടുങ്ങിയെന്നാ തോന്നുന്നു. ഈ ജന്മത്ത് നമ്മൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. ഹലോ തക്കാളിക്ക് എന്താ വില? ഇപ്പൊ വിൽക്കുന്നില്ല. വെണ്ടയ്ക്ക് എത്രയാ? അതും വിൽക്കുന്നില്ല. 2 മിനിറ്റ് ഒന്ന് കോപ്പറേറ്റ് ചെയ്യട്ടാ, കഷ്ടമുണ്ട്. വീട്ടിലേക്ക് തന്നെയല്ലേ? വണ്ടി കത്തിക്കാ, ഉടനെ വന്നേക്കാം. എവിടെ ചെല്ലാനാടാ? 8668. എന്റെ അമ്മ ABCD പോലും മനസ്സിന് എറേസ് ആയി പോയെന്ന് തോന്നുന്നേ. അങ്കിൾ നിർത്ത്, നിർത്തങ്കിൾ. എന്നെ ഇവിടെ ഇറക്കിയാ മതി. ചേട്ടാ, ചേട്ടാ, എന്റെ ചേട്ടൻ ഇവിടെ വരെ മതി അങ്കിൾ. ഞാൻ ചേട്ടനോട് പോയിക്കോളാം. താങ്ക്സ് അങ്കിൾ. വെളുപ്പാങ്കാലം മുതൽ വൈകുന്നേരം വരെ ഐ ലവ് യു എന്നും പറഞ്ഞ് നടന്നിട്ട് എന്നെ ചേട്ടാന്നാ. ഇവിടെ പ്രേമിച്ച നേരത്തെ ഒരു വാഴ നട്ടിരുന്നെങ്കിൽ 4 കൊല വെട്ടായിരുന്നു. ഒരു വാഴിന് ഞങ്ങൾക്ക് 1 കൊല വെട്ടാറോടാ. കേട്ടാ കാര്യം പറയാം. എടാ ബാലു, നിന്റെ സ്വപ്നല്ലേ? നിന്നെ കുറിച്ച് എത്രത്തോളം അവൾ ആലോചിച്ച് കൂട്ടിയിരിക്കുന്നറിയോ? നീ അവളെ വേണമെന്ന് എത്രമാത്രം ആഗ്രഹിക്കുന്നു അതിന്റെ 1000 ഇരട്ടിയാ അവള് നിന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും അവളെ എക്സാം എഴുതാൻ വരുന്നുണ്ടല്ലോ, അപ്പൊ രണ്ടാൾക്ക് കണ്ണു നിറയെ കാണാം. അതല്ലളിയാ, നിനക്ക് എക്സാം എഴുതണമെങ്കിൽ പ്രിൻസിപ്പൽ പറഞ്ഞ പോലെ നിന്റെ അച്ഛനെ കൊണ്ടുവരണ്ടേ? എന്ത് പറഞ്ഞു കൊണ്ടുവരും? സാറെന്താ മിണ്ടാത്തത്? ഇങ്ങനെ ആംഗ്യ ഭാഷ കാണിച്ചാൽ എങ്ങനെയാ മനസ്സിലാവുന്നത്? ഓ, ഇന്ന് മൗനവ്രതമാണല്ലേ? പറയൂ സർ. ഈ മാസം ഇവൻ എന്ത് ചെയ്തെന്നാണോ? വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നന്നായി പഠിക്കായിരുന്നു.
ആ അത് പറഞ്ഞായിരുന്നു, എല്ലാം പറഞ്ഞായിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ. എടാ എന്തായിരുന്നു ആ വഴക്കിന്റെ കാരണം? അതൊരു ചെറിയ വഴക്കായിരുന്നില്ലേ? കണ്ടില്ല എന്ന് അടിക്കാൻ മാത്രമേ ഉള്ളൂ. പകരം നമ്മൾ അവരോട് ഇങ്ങനെ ക്ഷമിക്കാതിരുന്ന എങ്ങനെയാ സാർ? അതൊക്കെ ഇവരുടെ പ്രായത്തിൽ നമ്മളും ചെയ്തിട്ടില്ലേ സാർ? പറഞ്ഞു വന്ന ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടാവുന്നുള്ളത് സത്യം. അവരുടെ അച്ഛനമ്മമാരായിരിക്കില്ലേ കൂടുതൽ വിഷമിക്കുന്നത്. പിള്ളേരുടെ പ്രശ്നം അവർ തന്നെ അങ്ങ് തീർക്കട്ടെന്നേ. ഇപ്പൊ നീന്തൽ അറിയാത്ത ഒരുത്തം വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ കിടക്കുമ്പോ കരയ്ക്ക് നിൽക്കുന്നവൻ നീ എന്തിനാണ് നീന്തൽ അറിയാതെ വെള്ളത്തിൽ ഇറങ്ങിയെന്ന് ചോദിക്കുന്നത് ശരിയാണോ? അവന്റെ ജീവൻ രക്ഷിക്കാനല്ലേ നോക്കേണ്ടത്. ശരിയല്ലേ സാർ? സർ, ഇങ്ങനെ കാട്ടി എന്താ സാർ? ഓ എന്തേത്? എന്റെ മോന്റെ ഫോട്ടോയാണോ? ആളെ തിരിച്ചറിയുന്നില്ലല്ലോ. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇതിലും നല്ല ഫോട്ടോ ഞാൻ എടുപ്പിച്ചോണ്ട് തരുമായിരുന്നല്ലോ. എവിടെയാണെങ്കിലും ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം സാർ? ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിനാണോ അർജന്റ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നത്? എന്റെ അച്ഛൻ ഗൾഫിലാണ്, അവിടെ നിന്ന് എപ്പോഴും വരാൻ പറ്റില്ലെന്ന് പറയാറുന്നില്ലേ? ചെറിയൊരു കള്ളം പോലും പറയാൻ അറിയില്ലെങ്കിൽ എങ്ങനെടാ? സാരമില്ല, അതൊക്കെ പോട്ടെ. നന്നായി എക്സാം ഒക്കെ എഴുതി വേഗം അങ്ങ് വന്നേക്ക്. എന്നിട്ട് നമുക്ക് ഗുരുവായൂർക്കൊന്ന് പോകണം. വരട്ടെ. ആ തൊട്ടോടാ മൂകാംബികയിലെ. ആ ഇനി പേടെടുക്ക്. ആ വലതുണ്ട് എടുക്ക്. ആ എക്സാം എഴുതുന്നതിന് മുമ്പ് ഈ ഹനുമാൻ ശ്ലോകം 4 പ്രാവശ്യം തെറ്റാതെ ചൊല്ലണം, കേട്ടല്ലോ? ഞാൻ വൈകിട്ട് വരാം. നന്നായിട്ട് എഴുതണേ കേട്ടാ. ഹായ് സ്വപ്ന. ആയിരുന്നു നിന്റെ ഫ്രണ്ട്സാ? ഹായ് മീന. അതെ ചിറ്റപ്പ, നിനക്ക് ഇഷ്ടമാണല്ലേ? ആ അണ്ണാ, അതൊക്കെ എനിക്ക് വിടിയണ്ണ. ഞാനിവിടെ ഉണ്ടല്ലോ. അരിപ്പ കൊണ്ട് അരിക്കണ പോലെ ഞാൻ നോക്കണുണ്ട്. ഏയ് അതല്ല അണ്ണ, അതല്ല. ഇതെന്തോ ഒരു ജമ്പുലിംഗ് സിസ്റ്റം ആണെന്നാ പറയണത്. പഠിക്കണ കാളയിലായിരിക്കില്ല പരീക്ഷ. ആ ഇപ്പൊ നമ്മുടെ മോളെ എഴുതണത് ക്രിസ്ത്യൻ കോളേജിലാ. കുഴപ്പമില്ല, പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാണ്. സ്വപ്നം വന്നോടാ? സ്വപ്ന ഏയ് മീര, സ്വപ്നയുടെ സെന്റർ ഇതാണോ? അല്ല, ക്രിസ്ത്യൻ കോളേജിലാ. ക്രിസ്ത്യൻ കോളേജാടാ. നീ പാടന്ന് പിടിക്കും, ഞാൻ അവളെ കണ്ടിട്ട് വേഗം വരാം. നിനക്ക് എന്താ ഭ്രാന്താണോ? ഹാഫ് ആൻ അവർ എക്സാമിനുള്ളൂ. എങ്ങനെ പോയിട്ട് വരാം? ഹാഫ് ആൻ അവർ എക്സാമിനുണ്ടല്ലോ. ഹാഫ് ആൻ അവർ ലേറ്റ് ആയാലും കുഴപ്പമില്ല. ടോട്ടൽ 1 അവർ ഞാൻ കവർ ചെയ്തോളാം. ബൈ. എടാ ഒരുപാട് ദൂരം ഉണ്ടോ അങ്ങോട്ട്? എന്താടാ ഇത്, ചാവാൻ ഇറങ്ങി തിരിച്ചാണോടാ? സാർ എക്സാമിന് ടൈം, എല്ലാവരും ഒന്ന് പോണം. ആ ഒന്ന് വേഗം പോണം. ഫോട്ടോടാ വാ. എക്സാം തുടങ്ങാൻ സമയമായിടി, നീ വരുന്നില്ലേ?
സന്തോഷത്തിലാന്ന്. എപ്പോഴും നമ്മുടെ പാരന്റ്സ് പറയുന്ന അവരെന്ത് ചെയ്താലും അതെല്ലാം നമ്മുടെ നന്മയ്ക്കാന്നല്ലേ. എന്നാ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് നമ്മളെ ഒന്നിപ്പിച്ചാൽ എന്താ? അതെന്താ അവര് മനസ്സിലാക്കാത്തെ? ഞാൻ വന്ന് നിന്റെ അച്ഛനോട് സംസാരിക്കട്ടെ. നിനക്കെന്താ വട്ടാ? എന്റെ അച്ഛനെ കുറിച്ച് നിനക്കറിയോ? വന്നാ നിന്നെ കൊല്ലും. എന്താ സംസാരിച്ചാലും കൊല്ലുമെന്നോ? എന്നോട് നീയല്ലേ പറഞ്ഞേ ഒരേ കോളേജിൽ ജോയിൻ ചെയ്ത് 4 വർഷം നമുക്ക് ഹാപ്പി ആയിട്ട് പഠിക്കാന്ന്. ഒരു പക്ഷെ അത് വർക്കൗട്ട് ആയില്ലെങ്കിലോ? അതുകൊണ്ട് സംസാരിക്കുന്നതല്ലേ നല്ലത്. 4 വർഷം എന്നല്ല ബാലു, 4 മിനിറ്റ് പോലും നിനക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന് ഗ്യാരണ്ടി തരാൻ ഒക്കില്ല എനിക്ക്. ഇപ്പൊ നീ വന്ന് സംസാരിച്ചെന്നിരിക്കട്ടെ. അമ്മമ്മോ വേണ്ട വേണ്ട. ചിലപ്പോ അവര് സമ്മതിക്കുകയാണെങ്കിലോ? ഉണ്ട് കൊടുക്കാം. അതെ, പാലക്കാട്ടുനിന്ന് മോഹനേട്ടനാ. ദാ. ഹലോ, ആ പറയണ്ണ. ആരവനാ? അവനൊരു തെമ്മാടിയാ. അത്രയ്ക്ക് മുടയാണെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ആ പറയാം, ഒരു നിമിഷം ലൈൻ നിൽക്കി. എവിടെന്നാ? എന്താ വേണ്ടത് നിനക്ക്? ഞാനും സ്വപ്നയും. മോളെ, ഞാനും സ്വപ്നയും. അതെ, അന്ന് പേപ്പറിൽ ഫോട്ടോ വന്നില്ലേ? അത് ഞാനാ അങ്കിൾ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് ഇവിടെ കയറി വരാൻ? നിന്നെ ഞാൻ പിള്ളവാ നിനക്ക് ഞാൻ ഇരിക്കി. ആ പറയ്. ഞങ്ങൾ പരിചയപ്പെട്ടത് വളരെ യാദർശികമായിട്ട് അങ്കിൾ. ഞാൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ അങ്കിൾ. എന്നാ ബാറ്റിങ്ങിനോടും ബോളിങ്ങിനോടും തീരെ താല്പര്യമില്ല. ഓൺലി ഫീൽഡിംഗ്. ബോൾ എടുത്താ വിക്കറ്റ് തെറിപ്പിക്കും ഞാൻ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ കൂട്ടിയിടിച്ചത്. എന്റെ ഷർട്ടിൽ അവൾ പെയിന്റ് കോരി ഒഴിച്ചു. ആ ഷർട്ട് എപ്പോഴും എന്റെ കയ്യിലുണ്ട് അങ്കിൾ. ആ ഷർട്ട് കാണുമ്പോഴെല്ലാം എനിക്ക് വല്ലാത്തൊരു ഫീലിങ്സാ. നിങ്ങൾക്കൊരു കാര്യം അറിയാം അങ്കിൾ, ശരിക്കും ഞങ്ങളുടെ ഇത് ലവോ അട്രാക്ഷനോ ഒന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്ര പ്രാവശ്യം പരസ്പരം ഓർമ്മിക്കുന്നു നോട്ട് ചെയ്ത് വെച്ചിട്ടാ ഡിസൈഡ് ചെയ്തത് ഇത് ലവ് ആണെന്ന്. ഞാനിങ്ങനെ സത്യം പറയുന്നോണ്ട് നിങ്ങളെന്ത് വിചാരിക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ തമ്മിൽ കാണുമ്പോഴൊക്കെ വളരെ ഹാപ്പിയാ ഞങ്ങള്. ഈ ഹാപ്പിനെസ് ലൈഫ് ലോങ് ഉണ്ടാവണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ മാരേജ് നടത്തി തരാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ഇപ്പൊ അതിന് ഞങ്ങളും തയ്യാറല്ല കേട്ടോ. ഞങ്ങളുടെ 4 കൊല്ലത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ ശേഷം ജോബൊക്കെ കിട്ടിയിട്ട് സെറ്റിലായ ശേഷമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഐഡിയ കൊള്ളാം അല്ലേ? ഇത് അന്ന് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും ഒരുപോലല്ലേ? അതുകൊണ്ടാ ഇന്ന് പറയാന്ന് വിചാരിച്ച അങ്കിൾ. അങ്കിൾ ഓക്കെ പറയുകയാണെങ്കിൽ ടാർജറ്റ് ഫിക്സ് ആയതുകൊണ്ട് ജേർണി വളരെ ഹാപ്പി ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ രഹസ്യമായിട്ടുള്ള കാണലുകളോ നിങ്ങൾ അറിയുമെന്നുള്ള ടെൻഷനോ വേണ്ടല്ലോ. റോങ് കോൾസ്, മിസ് കോൾസ്, അതിന്റെ ആവശ്യം വരില്ലല്ലോ. ഒന്ന് സമ്മതിക്കാം അങ്കിൾ, പ്ലീസ്. കുരുത്തം കെട്ടവനെ നിർത്തടാ. എന്തോ മഹാകാര്യം ചെയ്തിട്ട് വന്നതുപോലെ കേറി വന്ന് വേണ്ടാതെ വിളിച്ചു പറഞ്ഞ് നിന്റെ പല്ലടിച്ച് തെറിപ്പിക്കും. എഴുന്നേക്കടാ, എഴുന്നേക്ക. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. പെൺകുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണോ നിന്റെ അച്ഛനമ്മ നിന്നെ പഠിക്കാൻ വിട്ടത്? ഇവിടെ ഒരാൾ അവനെ പിടിച്ചിരുത്തി അവൻ പറയുന്ന ഭാഗവതം മുഴുവൻ അങ്ങ് വിഴുങ്ങുന്നു. നന്നായിരിക്കുന്നു. കാല് തല്ലി ഒടുക്കിയാ വേണ്ടത്. നിർത്താൻ പറഞ്ഞില്ലേ? ഞാൻ സംസാരിച്ചോളാം. ഇരി. സാരമില്ല അങ്കിൾ. നോക്കിയാണ് എത്ര മര്യാദക്കാരനായിട്ടാണ് ഈ ചെറുക്കൻ നിൽക്കണെന്ന്. ഇവന്റെയാണ് കാലടിച്ചൊടിക്കണമെന്ന് നീ പറഞ്ഞത്. ഈ പ്രായത്തിലുള്ള ആമ്പിള്ളേരൊക്കെ തോന്നിയാസവും കാണിച്ചോണ്ട് നടക്കുമ്പോ ഇവൻ നോക്കടി എത്ര മര്യാദക്കാരനാണെന്ന്. കേട്ടടാ മോനെ, ഞാൻ മരത്തെയാണ് വിശ്വസിക്കുന്നത്, കായയല്ല. നീ ഇങ്ങനെയുള്ളവനാണെങ്കിൽ നിന്റെ തന്തയും തള്ള എങ്ങനെയുള്ളവരായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കണത്. നിങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം പോലെ ഞാൻ നിന്റെ അച്ഛനുമായിട്ട് സംസാരിച്ച് ശരിയാക്കിക്കൊള്ളാം കേട്ടാ. ഈ 4 വർഷം നിങ്ങൾ ടെൻഷനൊന്നും കൂടാതെ നന്നായിട്ട് പഠിക്കാൻ നോക്ക് കേട്ടാ മക്കളെ. എന്തിടെ കാളറൊക്കെ നൂത്ത് വെച്ചേക്കണത് മടക്കി വെക്കി. സ്റ്റൈലാ അങ്കിൾ. ചെല്ലി. ഇത്ര എളുപ്പത്തെ സമ്മതിക്കുന്നത് ഞാൻ കരുതിയില്ല. താങ്ക് യു. ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം. ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം കേട്ടാ. അണ്ണാ, ആരോ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവട്ടടാ. എന്തൊരു പറയണ്? അപ്പൊ അതിൽ വലിയ കുഴപ്പമില്ലല്ലേ? നല്ല പയ്യനാണെന്ന് തോന്നുന്ന. ഒന്നും സംഭവിക്കാതിരിക്കാൻ അവക്ക് കാവലിരിക്കാൻ പറഞ്ഞിട്ട് ഇവിടേക്ക് അവൻ ഒറ്റയ്ക്ക് കയറി വന്നപ്പോ നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നടാ. വാ തുറക്കടാ. റിപ്ലൈ വേണം എനിക്ക്.